ബീനാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ചെറുപയർ 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഏകദേശം 200 ഗ്രാം ചെറുപയറുണ്ട്. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പച്ചരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. പച്ചരി നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ചെറുപയർ തന്നെ വെച്ചിട്ട് നമുക്ക് ഈ ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് വെള്ളമൊഴിച്ച് കുതിർത്താനായിട്ട് വയ്ക്കാം. അപ്പോൾ ഞാൻ വൈകുന്നേരമാണ് ഇത് കുതിർത്താനായിട്ട് വെക്കണത് കേട്ടോ. അപ്പോൾ അതിൽ വെള്ളമൊഴിച്ചിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം. അപ്പോൾ ഇതാ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമുക്ക് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചെറുപയർ അരിയും അതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇപ്പോൾ രാവിലെയാണ് ഞാൻ എടുത്തിട്ട് അരയ്ക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അരച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തന്നെ നമുക്കിത് ദോശ ചുട്ടെടുക്കാം. ഇനി ഞാനത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാൻ കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 തവണയായിട്ട് അരച്ചെടുക്കാം. ഞാനിത് ഒറ്റ തവണയായിട്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത്. വലിയൊരു ജാറിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഞാൻ അതിലേക്കൊരു കഷ്ണം ഇഞ്ചി അതുപോലെ ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ചെറുതായി കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടും നമുക്ക്. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഞാനിത് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് കണ്ടാൽ തന്നെ അറിയാം നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ഇനി മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ടുള്ള ആ വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ വെള്ളം ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. നമുക്ക് ദോശമാവിനെയൊക്കെ കുറച്ച് കൂടെ ഇത്തിരി കട്ടി കൂട്ടിയിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും ഇത് നല്ലത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ചട്നി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 4 വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു സവാള ചെറുതായി കട്ട് ചെയ്തും കൂട്ടിയിട്ട് നന്നായി വഴറ്റാനിട്ടിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു തക്കാളിയും കൂടെ ചെറുതായി കട്ട് ചെയ്തതും ഒരു ചെറിയ പീസ് പുളിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്കിത് ചട്നിക്ക് അരച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോഴേക്കും ദോശമാവ് റെഡി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതുകൊണ്ട് ദോശ ചുട്ടെടുക്കാം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ്. അപ്പോൾ ഇതുപോലെ പരത്തിയതിന് ശേഷം അതിലേക്ക് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ. അപ്പോൾ അതേ ഒരു വശമൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മറിച്ചിടുന്നില്ല, മറ്റേ ഭാഗവും നല്ലപോലെ മുരിഞ്ഞിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ദോശ ഇതേപോലെ എല്ലാം ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചട്നി ഞാനൊന്ന് കടുക് കാച്ചി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദോശ കണ്ടില്ലേ നല്ല പച്ച കളറിൽ നല്ല ഭംഗിയാണ് കാണാനും അതുപോലെ കഴിക്കാനും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് എപ്പോഴും ഈ തക്കാളി ഇട്ടിട്ടുള്ള ചട്നി ആയിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക.